നമസ്കാരം കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മൾ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസ് പഠിക്കാൻ ഒത്തിരി കുട്ടികൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നടപ്പാകാറില്ല, മീൻസ് പഠിച്ച് തുടങ്ങാറില്ല. പലർക്കും ആഗ്രഹമുണ്ട് എൻട്രൻസൊക്കെ ഒന്ന് എഴുതി നോക്കിയാൽ എന്താ, ഒന്ന് ചുമ്മാതൊന്ന് എഴുതി നോക്കിയാൽ, അതാ എല്ലാ കുട്ടികളും പറയുന്നത്, ചുമ്മാ ഒന്ന് നോക്കിയേക്കാം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പ്ലസ് വണ്ണിലോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു പുതിയ രീതിയിലുള്ള ഒരു പഠനം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ട് 10ാം ക്ലാസ്സിൽ നിന്നും ഒന്ന് മാറി പുതിയ കാര്യങ്ങളും പുതിയ രീതികളും ഒക്കെ പഠിക്കുന്നുണ്ട്. നമുക്ക് മിക്ക കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇച്ചിരി ഈസി ആയിട്ടൊക്കെ ആയിരിക്കും, വലിയ കുഴപ്പമില്ല, നല്ല രസകരമായിട്ട് പഠിച്ച് തുടങ്ങാൻ പറ്റുന്നതാണ് പ്ലസ് വൺ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കൊരു എൻട്രൻസ് ഏതൊക്കെ എഴുതാൻ പറ്റും. നമുക്ക് ഏറ്റവും പോപ്പുലറായിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ എൻട്രൻസ് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളത് കീമാണ്. ഈ കീമിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എല്ലാ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഏകദേശം 12 ഗവൺമെൻറ് കോളേജ് 9ഉം ഒരു എയ്ഡഡായിട്ട് 3, 12 എഞ്ചിനീയറിംഗ് കോളേജസാണ് ഏറ്റവും എയ്ഡഡും ഗവൺമെൻറ്റുമായിട്ടുള്ളത്. ഗവൺമെൻറ് 9 എണ്ണവും 3 എയ്ഡഡ് കോളേജസുമാണുള്ളത്. ബാക്കിയെല്ലാം സെൻറ്റ് ഫിനാൻസിങ് കോളേജും പിന്നെ കോ ഷെയറിംഗ് കോളേജസ് എന്നുണ്ട്. ഈ കോ ഷെയറിംഗ് കോളേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജസ്, അപ്പോൾ IHRD ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കോളേജസുകളും പിന്നെ ഫുള്ളി പ്രൈവറ്റ് കോളേജസും, ഇത്രയും കോളേജുകളിലാണ് നമുക്ക് കീമിന് പഠിക്കാൻ സാധ്യതയുള്ള കോളേജസുകൾ. ഇതിനുള്ളിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും, നല്ല കോളേജ് കിട്ടിയെങ്കിലേ പ്രയോജനമുള്ളൂ, നല്ല കോഴ്സ് കിട്ടിയെങ്കിലേ പ്രയോജനമുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നത് കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തിനാഗ്രഹം എന്ന് വെച്ചാൽ ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു എൻജിനീയറിംഗ് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ആഗ്രഹം, നല്ലൊരു ജോലി ഉറപ്പിക്കുക. പ്രത്യേകിച്ച് ബോയ്സിനാകുമ്പോൾ, ഗേൾസിനും പറ്റും, എന്നാലും ബോയ്സിനാകുമ്പോൾ കൂടുതലും ഒരു ടെക്നിക്കലായിട്ടുള്ള രീതിയിൽ കൂടെ പോകുമ്പോൾ എൻജിനീയറിങ് നല്ല സ്യൂട്ടബിളായിട്ടുള്ളൊരു കോഴ്സാണ്. അതിന് പഠിക്കാനും പക്ഷേ ഒത്തിരി ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അതിൻ്റെ റിസൾട്ടുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അതിനോട് നിങ്ങൾ തുടങ്ങാൻ. എന്ന് പറഞ്ഞാൽ പഠിക്കാൻ നല്ലപോലെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് റിസൾട്ട്, നമുക്ക് ടീമിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ 50-50 ആണ് ജയവും തോൽവിയും. എന്ന് പറഞ്ഞാൽ 100 പേര് എഴുതിയാൽ 50 പേരാണ് പാസ് ഔട്ടായിട്ട് ഇറങ്ങുന്നത്, 50 പേര് ഫുള്ളി ഫെയിൽ ആവുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പോഴത്തെ ആ വിജയ ശതമാനം, പാസ് പെർസെൻറ്റേജ് അങ്ങനെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ പോകുമ്പോൾ ആ തോറ്റു പോകുന്നവരിൽ പെടണമെന്നല്ല, പെടുവൊന്നുമല്ല, പെടുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ. നിങ്ങൾ പഠിച്ചാൽ അതിനൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് പോകാം. അപ്പോൾ ചുമ്മാതെ ഇതിനെ ഇറങ്ങി തിരിക്കല്ലേ എന്നൊന്ന് ഓർമ്മിപ്പിച്ചത്. ഒത്തിരി കുട്ടികൾ ഈ കീമിനെ കുറിച്ച് ഒത്തിരി ഡൗട്ട്സുകൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ്. ഈ എല്ലാത്തിനും നിങ്ങൾ ഇതിൽ കൂടെ ഒരു എൻട്രൻസ്, ഈ കീം എൻട്രൻസ് കൂടെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. നല്ല പ്ലേസ്മെൻ്റുള്ള ഒത്തിരി കോളേജസുകളുണ്ട്. പക്ഷെ അവിടെ കിട്ടിയെങ്കിലേ നമുക്ക് ആദ്യം ഒരു പ്രിഫറൻസിൽ കൂടെ ജോലി കിട്ടാനുള്ള സാധ്യത എളുപ്പമുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ കൂടെ അതിനെ നോക്കണം. രണ്ടാമത് നിങ്ങൾക്ക് നാഷണൽ ലെവലിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻട്രൻസ് എക്സാമാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി. നമ്മുടെ പ്രതിരോധ വകുപ്പ് എന്നൊക്കെ പറയും, ഞാൻ മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഡിഫൻസിനുള്ളിൽ പല രീതിയിൽ കൂടെയുള്ള നമുക്ക് എയർഫോഴ്സ് ഉണ്ട്, ആർമിയുണ്ട്, നേവിയുണ്ട്. ഇതിൽ കൂടി നമുക്ക് പഠിച്ച് ജോലി കിട്ടുക, നമ്മളെ പഠിപ്പിച്ചവരെടുക്കുകയാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാൻ പറ്റുന്നതാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി. നല്ലൊരു എൻട്രൻസ് കോഴ്സാണ്. ഇത് രണ്ട് ഏകദേശം ഇത്തിരി സിമിലറായിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകളാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു മീഡിയം ലെവലിലുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അവനെ നിങ്ങൾക്ക് നല്ലപോലെ പഠിച്ചെടുക്കാം. ഇത് ഇയർലി 2 ടൈംസ് എക്സാം ഉണ്ട് കേട്ടോ, 1 and 2. ഒരെണ്ണം നമുക്ക് ഏപ്രിലാണ് നടക്കുന്നത്, അടുത്തത് സെപ്റ്റംബറിലാണ് നടക്കുന്നത്. ഈ 2 എക്സാംസിന് ഏതെങ്കിലും ഒന്ന് എഴുതാം, അല്ലെങ്കിൽ 2 എഴുതാം. ഓക്കെ, 900 ടോട്ടൽ മാർക്സ് വരുന്നത്. അവിടെ 300 ആണ് നമ്മുടെ മാത്സിനുള്ളത്, മറ്റേതൊരു 600 മാർക്ക് മറ്റുള്ള ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കും കേട്ടോ. കീമിനാകുമ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ കൂടെ വ്യത്യാസം എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. അതുമൊക്കെ നമ്മൾ പിന്നീട് കീമിൻ്റെ മാത്രമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് നമുക്കുള്ളതാണ് JEE. ഏറ്റവും ടോപ്പായിട്ടുള്ള IIT കോളേജസുകളിൽ എൻട്രൻസ് ഇതാണ്. ഇതിൽ കൂടെ കയറിയാണ് നമ്മുടെ IITയിൽ എത്തിപ്പെടാൻ. ഓക്കെ, ഈ JEE മെയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 2 എക്സാംസ് ഉണ്ട് കേട്ടോ, 1 and 2.
ഇത് രണ്ടും പാസ്സായി വരുമ്പോഴാണ് അഡ്വാൻസ് എന്ന് പറയുന്ന മറ്റൊരു എക്സാം. അപ്പം മെയിൻസ് തന്നെ ഇയർലി 2 times ഉണ്ട്. ഒരു വർഷം 2 എക്സാംസ് ഉണ്ട്, മെയിൻസ് 1 and 2. ഇതിലേതെങ്കിലും ഒന്ന് എഴുതാം, രണ്ടും എഴുതാം. ഇതിനുള്ളിൽ നിന്നും അവരുടെ കട്ട് ഓഫ് മീൻസ് ഇത്ര പെർസെൻറ്റേജിലാണ് കേട്ടോ, ഇത്ര പെർസെൻറ്റേജിൽ. അപ്പോൾ പെർസെൻറ്റേജിൽ എല്ലാ കുട്ടികൾക്കും അറിയത്തില്ല, അതൊക്കെ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ നമ്മുടെ ചാനൽ നോക്കിയാൽ അതിൻ്റെയൊക്കെ വീഡിയോസുകളുണ്ട്. പിന്നെ പുതുതായിട്ടുള്ളത് നമ്മൾ ഉടൻ തന്നെ ഇടുന്നതാണ്. ഓക്കെ, എല്ലാവരും നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഫോളോ ചെയ്തോണം കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിന്നും പാസ്സായി വരുമ്പോഴാണ് അഡ്വാൻസ് എന്ന് പറയുന്നൊരു എക്സാം. അഡ്വാൻസ് ഇവിടെ പാസ്സായി വന്നെങ്കിലേ ഇവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഇനിയും മെയിൻസ് മാത്രം പോകുന്നു, അഡ്വാൻസിലോട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് NIT പോകാം. ഓക്കെ, അപ്പോൾ ഒരു പടി കുറവാണ്, IIT-ക്കാരും ഒരു പടി കുറവാണ് NIT-യിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇച്ചിരിയുടെ എളുപ്പം പെടാം, ഇവിടെ ആകുമ്പോൾ ഇച്ചിരിയുടെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ എത്തിപ്പെട്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാലറിയോടുകൂടി അടിപൊളി ജോലി കിട്ടും. നിങ്ങളുടെയും സ്വപ്നം അതൊക്കെയല്ലേ, നല്ലൊരു ജോലി, നല്ലൊരു കാറ്, നല്ലൊരു വീട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ മെനക്കേട് ഇവരെ പോലൊന്നും അല്ല, കീമിനെ NDA പോലെയൊന്നും അല്ല. നല്ല ടഫായിട്ടുള്ള ഒരു വർക്ക് അതിന് പിന്നിൽ ഉണ്ടെങ്കിലേ ഈ കോളേജസുകൾ എത്തിപ്പെടത്തുള്ളൂ. ഇവിടെ നിന്നാണ് എല്ലാ കമ്പനീസും ഫസ്റ്റ് പ്ലേസ്മെൻറ്റ്സ് നടത്തുന്നത്. ഏറ്റവും കട്ടിയായിട്ട് പഠിച്ച് ടഫായിട്ട് പഠിച്ച് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എത്തിപ്പെട്ട കോളേജുകളിലെ സ്റ്റുഡൻസ് ആകുമ്പോൾ ഏറ്റവും നല്ല പേരെ കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളും ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി പഠിച്ചാൽ ഒന്നിൽ അവിടെ എത്തിപ്പെടാം, ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉറപ്പായിട്ട് എത്തിപ്പെടാം. അപ്പോൾ ഇത്തിരി കട്ടി കൂടി വേണം പഠിക്കാൻ. അപ്പോൾ നമ്മൾ ഈ +1 പഠിക്കാനുള്ളത് ഇച്ചിരിയും പഠിച്ച് കിടന്നുറങ്ങിയേക്കാം, ഇന്നത്തെ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ ഇവിടെ എങ്ങും എത്തിപ്പെടാൻ പറ്റില്ല. നമ്മുടെ സ്കൂളിൽ ഇത്തിരി പഠിക്കാനുള്ളതും ഇതിനു വേണ്ടി പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാകും. ഇതിനു വേണ്ടിയാകുമ്പോൾ ഇത്തിരിയുടെ ഒന്ന് ഹൈ ലെവൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങി വെക്കുമ്പോൾ, അതാണ് തുടക്കം. വീക്കിലി നിങ്ങൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ഫ്രൈഡേ ഈവനിങ്, സാറ്റർഡേയും വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് സൺഡേ ഫുൾ, ഇതിനിടയ്ക്കുള്ള സമയത്തായിരിക്കണം കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ വീതം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ടോട്ടലി 4 hours ഇൻ എ വീക്ക്, ഒരു ആഴ്ചയിൽ 4 മണിക്കൂർ വർക്ക് ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാം നിഷ്പ്രയാസം. ഇനി നേടിയെടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് എന്താണ്? നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം മാത്സ് ആണ് ഇതിൻ്റെ എല്ലാം ബേസ്. മാത്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് മാത്സിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്തിക്കൊണ്ടോ ഒഴിപ്പിക്കൊണ്ടോ ഇവിടെ എങ്ങും എത്തിപ്പെടില്ല. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇപ്പോൾ NDA ആകുമ്പോൾ ഒത്തിരി ഉണ്ട്, 10 സബ്ജക്റ്റോളം ഉണ്ട് NDA ടോട്ടൽ. ഈ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ അതിന് ഏകദേശം 8-9 ചെറിയ സബ്ജക്ട്സുകളാണ്. പക്ഷേ മാത്സ് അവിടെ ഒരാൾ മാത്രം, ഒരു എക്സാം മാത്സ് മാത്രം, മറ്റുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കൂടി ചേർന്നാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അപ്പം മാത്സ് ആണ് ഇതിൻ്റെ എല്ലാം രാജാവെന്ന് പറയാം, മനസ്സിലായല്ലോ, കിങ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ആദ്യം ഫസ്റ്റ് വേണ്ടത് ന്യൂമറിക്കൽ എബിലിറ്റി നേടണം. ന്യൂമറിക്കൽ എബിലിറ്റി ഓർ ന്യൂമറിക്കൽ സ്കിൽ, ഇത് നിങ്ങൾ ഏകദേശം ടോപ്പിലോട്ട് എത്തിക്കണം. ന്യൂമറിക്കൽ സ്കില്ല് എന്ന് പറയുമ്പോൾ മെൻ്റൽ കാൽക്കുലേഷൻ കൂട്ടണം. നമ്മളിപ്പോൾ പലതും എന്തെങ്കിലും കൊണ്ട് ഇൻറ്റു ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സൈഡിലോട്ട് ഓടിപ്പോയി ഇൻറ്റു ചെയ്ത് അവിടെ നിന്ന് എടുത്തു. അവിടെ ഒന്നും അല്ലാതെ അവിടോട്ടൊന്നും പോവാതെ മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ പ്രാക്ടീസ് നടത്തണം. അല്ല ഏതെങ്കിലും സന്ദർഭം വരുമ്പോൾ ഒന്നും നോക്കാം, അല്ല മനഃപൂർവ്വം ഇരുന്ന് ചെയ്ത് പഠിക്കണം. അങ്ങനെ മെൻ്റൽ കാൽക്കുലേഷനിൽ കൂടെ നമ്മൾ നമ്മുടെ കഴിവിനെ വളർത്തിയെടുത്താൽ എല്ലാം കവറപ്പ് ചെയ്യാൻ പറ്റും. ആ മെൻ്റൽ കാൽക്കുലേഷൻ്റെ സ്കില്ലിൽ കൂടെ നമുക്ക് കിട്ടുന്നത് പലതിനെയും പഠിച്ചെടുക്കാനുള്ളൊരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മെൻ്റൽ കാൽക്കുലേഷൻ ഓർ ന്യൂമറിക്കൽ എബിലിറ്റി സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ന്യൂമറിക്കൽ എബിലിറ്റി സ്കില്ലെന്ന് പറഞ്ഞാൽ, പല നമ്പേഴ്സുകളുടെയും ട്രിക്സുകളുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ്റെ ടെക്നിക്സ്, ഈ സ്കിൽ ട്രിക്സും ടെക്നിക്സും രണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെത്തേഡായിട്ട്, ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവനവൻ തന്നെ കണ്ടെത്തുന്നതായിട്ടൊരു ഇത് വരാം, ടെക്നിക്ക് അതൊരു. അപ്പോൾ രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ട്രിക്സിൽ കൂടെ ഇൻഡു ചെയ്യാനുണ്ട്, ടെക്നിക്ക് കൂടെ മനസ്സിൽ തന്നെ ചെയ്യാനുണ്ട്, ഇങ്ങനെ പല രീതിയിൽ കൂടെ. ഇപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ 107ൻ്റെ സ്ക്വയർ, 104ൻ്റെ സ്ക്വയർ, ഇതിൻ്റെയൊക്കെ സ്ക്വയറുകളെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് പഠിച്ചു വെക്കും, മറന്നു പോകും. പഠിച്ചാൽ ഇനി മറക്കരുത്, ആ രീതിയിൽ കൂടെ വേണം പഠിക്കാൻ. ഇപ്പോൾ 107ൻ്റെ സ്ക്വയർ ഒരാൾ ചോദിച്ചാൽ നമുക്ക് ഇത്തിരി പാടാം, ഇല്ലേ?
അപ്പോൾ 107 ഇൻറ്റു 107 എന്നാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. പിന്നെ 7 ഗുണം 7 എത്രയാണ്? 49. ഇത് മനസ്സിൽ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഈ ചെയ്ത് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിലായിരിക്കണം. എഴുതി ചെയ്യുന്നത് പോലെ ഒഴിവാക്കി. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് എഴുതാം, പിന്നെ മനസ്സിൽ തന്നെ ചെയ്യണം. അപ്പോൾ 7 × 7 എത്ര മോനെ? 49. നെക്സ്റ്റ് ഈ 107 ഈ ലാസ്റ്റ് ഡിജിറ്റായി 7 ചേരുമ്പോൾ പ്ലസ് ചെയ്യണം. 107 + 7. 107 + 7 എന്ന് പറയുന്നത് 114. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ 1114 114 ആൻഡ് 49. ഓട്ടോ മീൻസ് 11,449 11,449. ഇതാണ്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 104ൻ്റെ സ്ക്വയർ 104ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 4ൻ്റെ സ്ക്വയർ. ഇനി ഞാൻ ഇങ്ങനെയും ചെയ്യുന്നില്ല. 4ൻ്റെ സ്ക്വയർ എത്ര മോനെ? 16. 4 സ്ക്വയർ. നെക്സ്റ്റ് ഈ 104ൻ്റെ ഈ ലാസ്റ്റ് ഡേറ്റ് ആയ 4 പ്ലസ് ചെയ്താൽ മതി. ആൻസർ ഈസ് 108. അത് ഇവിടോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ 108 16. ഇത് ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഒത്തിരി ഉണ്ട് ഇതേപോലെ, ഒത്തിരി. ഇപ്പോൾ നമുക്ക് നോക്കിക്കേ. ഇപ്പോൾ 7/25. അപ്പോൾ 7നെ 25 കൊണ്ടൊന്ന് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. എനി നമ്പർ ബൈ 25 അതിനൊരു ട്രിക്കുണ്ട്. 7/25 എന്ന് പറഞ്ഞാൽ 7 × 4 എത്ര മോനെ? 28. 2 ഡിജിറ്റ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ വി ഗെറ്റ് ദ ആൻസർ 0.28. നിങ്ങൾ നോക്കിയോ. നെക്സ്റ്റ് 12/25. 12/25 വേണമെന്നുണ്ടെങ്കിൽ 12 × 4 ചെയ്യണം. × 4 ആകുമ്പോൾ എത്ര മോനെ? 48. 2 ഡിജിറ്റ് ലെഫ്റ്റിലോട്ട് മാറ്റുമ്പോൾ ആൻസർ ഈസ് 0.48. ഇങ്ങനെ മെൻ്റൽ കാൽക്കുലേഷൻ നമ്മളപ്പോൾ ഈ 25 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നോക്കിയാണ്. ചുമ്മാ ആ മെത്തേഡ് കാണിക്കുക. അപ്പോൾ 12/25 നമ്മൾ എന്തുകൊണ്ട് ഈ 4 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 2 ഡിജിറ്റ് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ താഴെയും മണ്ടയ്ക്കും ഞാനൊരു 4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതെന്ന് വിചാരിക്കുക. താഴെയും മണ്ടയ്ക്കും വാല്യൂ വ്യത്യാസം വരാതിരിക്കാൻ താഴെയും മണ്ടയ്ക്കും. അപ്പോൾ 12 × 4 എത്രയാണ്? 48. 25 × 4 എത്ര മോനെ? 100. 48/100 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 ഡിജിറ്റ് മാറ്റി ഇട്ടാൽ മതി. അതാണ്, അത്രേ ഉള്ളൂ. കുഞ്ഞു കാര്യമായിരുന്നു, പക്ഷെ നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്കതൊരു വലിയ കാര്യം. പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ കാര്യം. ഓക്കെ, മറ്റൊരു കാര്യം കൂടി ഇന്ന് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. എനി നമ്പർ ഡിവൈഡഡ് ബൈ 0.5. ഇപ്പോൾ ഒരാൾ വാട്ട് ഈസ് 8/0.5 അല്ലെങ്കിൽ 9/0.5 ഇല്ലെങ്കിൽ 12/0.5 ഡിവൈഡഡ് ബൈ 0.5 എങ്ങനെയാണ് ആൻസർ? ഒന്നുമില്ല, സിമ്പിൾ കാര്യം. 8/0.5 എന്ന് ചോദിച്ചാൽ 8ൻ്റെ ഡബിൾ 16. 9/0.5 എന്ന് പറഞ്ഞാൽ 9ൻ്റെ ഡബിൾ 18. ഇതാണ് ആൻസർ. അപ്പോൾ എനി നമ്പർ ഡിവൈഡ് ബൈ 0.5 ഈസ് ഈക്വൽ ടു ഡബിൾ ഓഫ് ദ ന്യൂമറേറ്റർ. ദാറ്റ്സ് ഓൾ. അങ്ങനെ നമുക്ക് ഞാനിപ്പോൾ കാണിച്ചത് ഇതേപോലെ ഒത്തിരി ഉണ്ട്. ഇവരെല്ലാം നമ്മൾ മാക്സിമം നമ്മൾ അക്വയർ ചെയ്യണം. നമ്മുടെ പോക്കറ്റിലിരിക്കണം, നമ്മുടെ അലമാരയിലിരിക്കണം. ഇപ്പോൾ പലയിടത്തായിട്ട് കിടപ്പുണ്ട്, പലരും യൂസ് ചെയ്യുന്നു. നമ്മളും വാങ്ങിച്ചു വെക്കണം നമ്മുടെ കടയിൽ. മീൻസ് നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കണം. അങ്ങനെ ഓരോ ദിവസവും നമ്മളുടെ മെൻ്റൽ പവർ കൂട്ടിക്കൊണ്ടിരിക്കണം, നമ്മുടെ സ്കില്ല് കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് +1 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. +2-ലെത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ +1ൻ്റെ നിങ്ങൾക്കപ്പോൾ എൻട്രൻസൂടെ ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ ഈ രണ്ടും കൂടി പതുക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ലാതെ. +2-ലെത്തുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കണം. +2-ലെത്തുമ്പോൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് വേണം +2ൻ്റെ ഫൈനലിൽ നിങ്ങൾ എൻട്രൻസിന് എത്തിപ്പെടാൻ. ഇനി ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. എല്ലാം കൂടി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ കാര്യങ്ങൾ നിർത്തുകയാണ്. ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് പരിചയിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകണം. അല്ല ആദ്യമേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല ഇന്നതാണ് ഞാൻ പഠിക്കുന്നത്. കുറേ പരിചയങ്ങൾ, എന്തൊക്കെയാണ് ഓരോ എൻട്രൻസിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഈ കീമിൻ്റെ ഉദ്ദേശം, NDAയുടെ ഉദ്ദേശം, JEEയുടെ ഉദ്ദേശം, ഓരോന്നിനും ഓരോ മീനിങ്ങും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. ഏതാണ് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഏതാണ് പ്രോപ്പറായിട്ട് പറ്റുന്ന സ്യൂട്ടബിൾ കോഴ്സ് ഏതാണെന്ന് അറിഞ്ഞ് വേണം അതിനു വേണ്ടി പഠിക്കാൻ. JEEക്ക് പഠിക്കുമ്പോൾ എന്തായാലും ചെറിയൊരു ലെവലിൽ പഠിച്ചാൽ കിട്ടില്ല. അവനെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹൈ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ മൈൻഡ് സെറ്റാക്കി പഠിച്ചെങ്കിലേ എവിടെയെങ്കിലും എത്തിപ്പെടുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ 93 ഒക്കെയാണ് ഇതിൻ്റെ കട്ട് ഓഫ്. 93 എന്നൊക്കെ പറഞ്ഞാൽ 94 ഈ വർഷം വന്നെന്ന് തോന്നുന്നു. അത്രയും കൂടുതലാണ് അതിൻ്റെ കട്ട് ഓഫ്. അപ്പോൾ അത്രയും എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കും, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളിൽ കൂടുതൽ മുന്നേറും. പല കാര്യങ്ങളും നമുക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുമുള്ള കഴിവും കിട്ടും. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം മെറ്റീരിയൽസ് എല്ലാം തന്ന് നിങ്ങളെ വലിയ ബുദ്ധിമുട്ടിക്കാതെ മീൻസ് നല്ല രീതിയിൽ കൂടെ ഇതിനൊരു പ്രശ്നമായിട്ട് പോകാതെ പഠിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടുള്ള ക്ലാസ്സാണ്.
എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ തരും, നിങ്ങൾക്കൊരു സ്റ്റഡി മെറ്റീരിയലും തരും. പിന്നെ ഫുൾ ഫോർമുലാസ് അടങ്ങുന്ന ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ നിങ്ങൾക്ക് വേണ്ട കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസുകൾ, എന്താണ് പ്രീവിയസ് ഇയർ വന്ന അതിൻ്റെ ക്ലാസ്സസ് എല്ലാം തന്നുകൊണ്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളുമാണ് തരുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒട്ടും സമയം കളയേണ്ട. എത്രയും വേഗം ചേർന്നാൽ നിങ്ങൾ അത്രയും നേരത്തെ തന്നെ ജോലിയിൽ എത്തിപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും നമ്മുടെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് മനസ്സ് വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളും അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. ഗുഡ് ബൈ.